അപ്പോൾ നമസ്കാരം. അപ്പോൾ നമുക്കറിയാം നമ്മൾ ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ, സെക്കൻഡ് ലാസ്റ്റ് ചെയ്ത വീഡിയോ, അതായത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഡെയിനാണ്. ആ ഡെയിൻ്റെ വീഡിയോയ്ക്ക് മുന്നേ നമ്മളൊരു പിറ്റ്ബുള്ളി വീഡിയോ ചെയ്തായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ആ ഡോഗ് നമ്മളെ കടിക്കും, നമ്മളെയും കടിക്കും, എല്ലാവരും കടിക്കുന്നുണ്ട്, നമ്മളെ സ്കിപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു വൈശാഖനോട്. അപ്പോൾ അങ്ങനെ മോൻ്റെ പേരെന്താ? സൂര്യ. സൂര്യ കാലിക്കറ്റ് ആണ് സ്ഥലം. ആള് നമ്മളെ കോൺടാക്ട് ചെയ്തായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഈ ഡോഗിനെ പുള്ളി അയച്ചോളാം എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വലിയൊരാളെയൊക്കെ പ്രതീക്ഷിച്ചു കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് കാണുന്ന ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. പേരെന്താ മോൻ്റെ? സൂര്യ. എത്ര ഏജ് ആയി? ഞാൻ 18 കഴിയാന്. 19 കേട്ടോ. ഞങ്ങളൊന്നും കൊച്ചു പയ്യനാന്ന് തോന്നിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ വലിയ ആളെ വിചാരിച്ചത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളാകെ ഡെസ്പായി. ഞാൻ വിചാരിച്ചപ്പോൾ 18 ആയില്ലാന്ന് വെച്ചാൽ 18 ആയി. അതുകൊണ്ട് സമാധാനമുണ്ട്. ഓക്കെ, അപ്പോഴേ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞു? ഗ്രൂമിങ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത കുറച്ച് ട്രെയിനിങ് പരിപാടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമാധാനമായി കേട്ടോ. ആള് ഞാൻ വിചാരിച്ചു ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ് വിചാരിച്ചത്. ഇവിടെ വന്നപ്പോഴാണ് അവർ പറയുന്നത് പുള്ളി ഡോഗിൻ്റെ ഗ്രൂമിങ്ങും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇടയ്ക്ക് കടികിട്ടുന്നതാണ്, കടികിട്ടിയ സീനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സമാധാനമുണ്ട്. അപ്പോൾ പുള്ളിയാണ് ഇന്ന് ഇറക്കുന്നത്, സൂര്യ. അപ്പോൾ ഈ അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മോൻ്റെ പേര് അനീസ്, ലിയോ, ആൽബിൻ. ഇവർ ഈ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാമെന്നാണ് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കോട്ടയത്തുള്ളൊരു ടീം അഡോപ്റ്റ് ചെയ്യാന്ന്. അപ്പോൾ അവർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും വേണം കൊടുക്കാമെന്നും ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷേ അപ്പോൾ ഇവർ എവിടെ? കൊല്ലത്തെവിടെയാ? കൊല്ലത്ത് മയ്യനാട്. അപ്പോൾ കൊല്ലത്ത് ഇവർ ഇതിനെ അഡോപ്റ്റ് ചെയ്യാനും വന്നതാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പം ഇന്ന് 2 കാര്യങ്ങൾ നടക്കുന്നത്. ഒന്ന്, സൂര്യ ഡോഗിനെ അഴിച്ച് പുറത്തിറക്കുന്നതും ഇവർ ആ ഡോഗിനെ കൊണ്ടുപോകുന്നതും. അപ്പോൾ നമ്മൾ 2 രീതിയാണ് തീരുമാനിച്ചേക്കുന്നത്. സൂര്യ ട്രൈ ചെയ്യട്ടെ, സൂര്യക്ക് നടുന്നില്ലാന്നുകൊണ്ട് ഇവർ അഴിക്കാനും തയ്യാറാണ്. അപ്പം ഇത് രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ നടക്കുന്നത്. നമുക്ക് എന്തായാലും അവനെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മളിന്ന് പ്രത്യക്ഷത്തിൽ വീഡിയോയിലൊന്നും ഇല്ല, നമ്മളിന്നൊരു അവതാരകൻ മാത്രമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിത് പോയി നോക്കാം. ഓൾറെഡി ഇന്ന് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമുക്ക് ലീഷ് ഇടാനേ ഡോഗ് സമ്മതിച്ചില്ലായിരുന്നു. ലീഷ് ഇടാൻ പോകുമ്പോൾ ആ ചേട്ടനെ വരെ കടിക്കാൻ നോക്കിയായിരുന്നു. ഓൾറെഡി നമ്മൾ ഒരാളുടെ പുറത്തുനിന്ന് ഒരാളുടെ പ്രസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡോഗ് ഒന്നിനും അടുപ്പിക്കില്ലാന്ന ചേട്ടൻ, ഡോഗിൻ്റെ ഓണർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും അടുപ്പിക്കില്ല. അപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ 1 മണിക്കൂർ മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിശാഖ. ആ ഡോഗിനെ ചങ്ങല ഇട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നോട് സൂര്യൻ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ലീഷ് ഇട്ട് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ ചോദിച്ചായിരുന്നു. അപ്പം എന്തായാലും ഇന്ന് ആ ഡോഗിനെ ചങ്ങലയിട്ട് കൂട്ടിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അഴിക്കാൻ സുഖമാണ്, അതായത് ചങ്ങല പിടിക്കാൻ സുഖമാണ്. മറ്റേത് നമുക്ക് ചങ്ങല ഇടാൻ പോലും സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ സൂര്യക്ക് ഇന്ന് എളുപ്പ രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചങ്ങല എടുത്ത് കഴുത്തിടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചത്. നമ്മൾ വേറെ നല്ല ജോലി പറഞ്ഞാൽ ഇവിടെ പണിക്കാർ വന്നായിരുന്നു. അതുകൊണ്ട് അതിനോട് അത്ര വേറെ കണ്ടാണല്ലോ. വേറൊരാൾ വന്നു കഴിയുമ്പോൾ അറ്റാച്ച്മെന്റ് കാണിക്കുന്നില്ല. അപ്പൊ ഇന്ന് ലീഷ് ഉണ്ട്. ഇന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ലീഷ് കയ്യിലായിരുന്നു. ലീഷ് ഉണ്ടായിരുന്നു, നമ്മൾ ഇടാൻ വേണ്ടി ട്രൈ ചെയ്തത്. ഈ പ്രാവശ്യം അന്ന് ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ എടുക്കാൻ വന്നാൾ ലീഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂര്യക്ക് ഈ ലീഷ് കൊടുത്തിട്ടുണ്ട്. സൂര്യ അത് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കുട്ടികളൊക്കെ ഒന്ന് മാറിയില്ല, സൂര്യ ട്രൈ ചെയ്യട്ടെ. ഓക്കെ സൂര്യ. Hey. Hey. Ready? Hey, no. Hey. Adding no. Zitto. Go. Hey. Go. Go. Hey. Go. Go. എന്താണ് വാ വാ.
അല്ല ഇത് ഇടാൻ വേണ്ടിട്ട് ഇത് കൂടെ പോകുന്നില്ല. എന്നാ വാ പോവാ പോവാ. ഇതിട്ടാ പോവാണെങ്കിൽ വാ കിട്ടോ വാ പോവാ. ലീശിലെ വേറെ ലീശില്ലേ ഇതിനുള്ളോട്ട് കേറിയിട്ട് ഇവരില്ല ഒരല്ലേ കാരണം കോളാവില്ല. ഏതിൽ ചോറ് കൊടുന്ന ഉള്ളിൽ കൊടുക്കാൻ നോക്കണോ? തള്ളി പിടിച്ചേ ഈ ഒരു സംഘടന നടക്കില്ല. അപ്പൊ ഇവരുടെ മറ്റേ ക്യാഷിംഗ് ഉണ്ടോ? ക്യാഷിംഗ് അപ്പൊ ഇതിട്ട് അങ്ങനെ അടുപ്പിച്ചിട്ട് എന്താ ഈ വിൽക്കണം. എന്നിട്ട് നമുക്ക് രണ്ടുപേരും മാറി ഇവനായിട്ട് സെറ്റ് ആവുമെന്ന് നോക്കാം. അങ്ങനല്ലേ ഞാനായിട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. നീട്ട് പിടിച്ചിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ചാർജ് ചെയ്യൂല. നീ ജസ്റ്റ് ഒന്ന് പുറത്താക്കുക. ലീശ മെല്ലിട്ടോ, ലീശ മെല്ലിട്ടിട്ട്
ലീഷ് ഇടാൻ പറ്റുമോ? അവനെ ഇത് എയിമില്ല. നമുക്ക് ലീഷ് ഇട്ടാം. സീനില്ലല്ലോ. ഇത് ഞാൻ ഇടാ ലീഷ്. ഇല്ല, തുറന്നു പോകാൻ സീനില്ല. ഇല്ലില്ല. അപ്പൊ ഒന്നാമത് പേടിച്ചേക്ക. ഇനി പേടിയിലാവും പോലും. ലീഷിട്ടിട്ട് ഞാൻ നിനക്ക് തരാം. നീ ഏത് ഇറക്കിയാണ്? നീ ആ സാധനം ലൂസാക്കി. അത് മൊത്തത്തിൽ ഊരെടുക്കേണ്ടി വരും. പുറത്താക്കാൻ പറ്റുമോ? അത് അമ്മ ചെയ്യും. ബാക്കിലോട്ട് വെച്ചാൽ നല്ല കൊത്ത ഒരു പോരില്ല. മൊത്തത്തിൽ ഇതിന് ഒരു വരില്ല. അത് ഇത് വീശി ഒരു പോരും. മൊത്തം ഒരു കൂടെ അപ്പൊ വീശിടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് ചെയ്യാൻ പറഞ്ഞ നമ്മുടെ കടമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തത്. ഇനിയിപ്പോ സൂര്യനാണ് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് വെക്കാം. സൂര്യ ആഴ്ച കൊണ്ടുവരാൻ പറഞ്ഞേക്കണം. അത് കൊണ്ടുവരാൻ പറ്റട്ടെ, പഠിക്കാതിരിക്കും. ഇതൊക്കെ നമ്മൾ സയൻസ് ആയിട്ടൊന്നുമല്ല, നമ്മളെടുക്കുന്ന ഒരു റിസ്ക്. അത് നമ്മൾ കുറച്ച് പേരെയൊക്കെ നമ്മൾ അനുഭവിച്ച് കാണിക്കുമ്പോഴാണ് അത് ഫീൽ കിട്ടുക. അപ്പൊ അന്ന് എനിക്ക് മേ ബി ഈ ഒരു ലീഷ് അന്ന് ഇടാൻ പറ്റിയ ചിലപ്പോൾ 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ടുള്ളൂ, ചിലപ്പോൾ കളിച്ചാൽ. ഈ രണ്ട് കാര്യങ്ങളാണ്. ഇന്നും ഇവിടെ ലീഷ് സ്ഥലത്തെ കയറിയിട്ടുണ്ട്. ഇനി ടൈറ്റ് വിളിച്ചാണ്. അപ്പൊ അവന് ഭാഗ്യം ഉണ്ടെങ്കിൽ ആദ്യം ചിലപ്പോൾ സിമ്പിളായിട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്നാൽ നമ്മുടെ എല്ലാവരുടെ പണി കുറഞ്ഞ് സിമ്പിളായിട്ട് വണ്ടി കയറ്റി കൊണ്ടാൻ പറ്റും. ഇതാണ് എന്റെ പ്ലാന്. ഓക്കെ, നോക്കിയിട്ട് ഞാൻ മാറിക്കാം. ബൈക്ക് വന്നാല് വിളിക്കണം, വലിക്കരുത്. ഇല്ല ബൈക്ക് അതുകൊണ്ട് തന്നെ കയറി കടിച്ചാല് സോൾവ് ചെയ്യാം. ഞാൻ കാര്യങ്ങളൊക്കെ വരാം. ഞാൻ മാറാൻ ഓക്കെ അല്ലേ? ഏയ് നോ. ഇറക്കട്ടെ. ഞാൻ ലോക്കാക്കിട്ട് ഇറക്കുന്നേ. ഓക്കെ അല്ലേ? നോ. ഏയ് വാ പോവാ. മെല്ലെ വാ. ഏയ് നൈസ് പോയി. നോ. ഏയ് നോ. ഏയ് വാ. ആളെ പേരെന്തേനു? പേര് ബ്രൂണോ. എനിക്ക് ഓക്കെയാ. കൂളാ. അല്ല, അവൻ ഇറക്കിയാൻ വെയിറ്റ് ചെയ്യും. ഇറക്കിയാൻ വെയിറ്റ് ചെയ്യും.
അവൻ ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് മാറുന്നുണ്ട്. ഇല്ലല്ല വാ നോ നോ ഏയ് ആ Nice, good boy. Hey. വാ അടുക്ക വാ പോ വാ ആ നോക്കണ്ട് ഇല്ല എങ്ങനെയാണ് മാറിക്കോ അവൻ ചോക്കായിക്ക് വാ പോവാ വാ അവരാ ബൈക്കിംഗ് മെന്റൻസ് അങ്ങ് മാറി അതങ്ങ് കാര്യം മനസ്സിലായി പൊക്കെയാണ് വരുവാ സിജോ നിങ്ങൾ ഒരു മിനിറ്റ് നോ അടുക്ക മാറാ സിജോ അങ്ങ് പോട്ടാ മോനെ അങ്ങോട്ട് കൊണ്ടുപോകാം അവിടെ തന്നെ നോക്കിയാ വേറെ നോക്കണ്ട ഏയ് ഗേറ്റ് വന്നോ ആ അവിടുന്ന് വിട്ടുപോലെ ഇല്ലില്ല വാ വാ നമുക്ക് സാധനം ഇവിടുന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യാന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കൊണ്ടുപോകാന്നുള്ളൊരു വാക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇവൻ ഇറങ്ങിയ സെറ്റാണ് ഇറങ്ങിയില്ലെങ്കിലുള്ള സംഭവമാണ് ഇത് ഇറങ്ങുമല്ലോ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ ഇച്ചിരി കറക്റ്റ് ചോക്കായിട്ട് വരും ഇടയ്ക്കടി ബൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ആരാ കൊണ്ടുപോകുന്നേ ഇതിനാണ് കൊണ്ടുപോകുന്നത് അപ്പൊ വണ്ടി വിളിച്ചു വന്നാല് അവനല്ലേ ഫുള്ളായിട്ട് വിശ്വസിക്കാൻ കേട്ടോ കടിക്കും ഉറപ്പാ നല്ല ഡോക്ടർ വീശിട്ട് ഇറക്കിണ്ടെങ്കിൽ തിരിഞ്ഞ് കടിക്കാൻ നോക്കൂല ഇപ്പൊ കറക്റ്റ് ചോക്കിങ് നിൽക്കുന്ന ആളിച്ചിരി ഒരു ഇതില് നിൽക്കുക അത്യാവശ്യം ഇപ്പൊ പേടിച്ചേക്കുന്നല്ലേ പേടിയിൽ അവൻ ആ പേടിയില് ടോപ്പിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മറ്റേന്ന് പറയുമ്പോ നമ്മൾ അന്നെന്ന് പറയുമ്പോ എന്താ സംഭവിച്ചാൽ ഇവൻ ഉള്ളു എല്ലാവരുടെ മേലെയാണ് ആധിപത്യം അങ്ങോട്ട് നമ്മുടെ എല്ലാവരുടെ ആൾക്കാരുടെ മേലെ സ്ഥാപിച്ചിരിക്കാൻ ഇവര് വേറെ ഒന്നും നോക്കാറില്ല കയറി കടിക്കാൻ മാത്രം ഇപ്പൊ നമ്മൾ ആ മറ്റേ സാധനം പിടിച്ചല്ലോ അതിൽ തന്നെ പേടിച്ചു ആ സാധനം കൊണ്ട് അങ്ങ് പോയതാണ് അവൻ പേടിച്ചു അത് മനസ്സിലായി എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം മനസ്സിലായി മറ്റേ ഞങ്ങൾ ആ ഇതിട്ട് പിടിച്ചായിരുന്നല്ലോ നമ്മുടെ ഹുക്ക് അപ്പൊ തന്നെ അവൻ ബേക്കോട്ട് പോയി അതിലാശ വന്ന് എത്ര വർഷമായി ഇത് പഠിക്കുന്നു കുറച്ച് കാലേ എത്ര കാലേ 2 കൊല്ലം എവിടെയാ പഠിച്ചേക്കെ പഠിച്ചില്ല ഞാനൊരു വർക്ക് ചെയ്ത ട്രെയിനറിന്റെ ട്രെയിനിങ് ആയിട്ടില്ല ട്രെയിനിങ് ചെയ്യണ്ട് പഠിച്ചു പ്രൊഫഷണല്ല ഗ്രൂമിങ് അങ്ങനെ തന്നെ 2 സെയിം ഞാൻ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്നു അപ്പൊ സ്വന്തമായിട്ട് തുടങ്ങിയാണ് കോഴിക്കോട് ഫർമികോ കേട്ടോ മറ്റാരുടെ നമ്പർ ഞാൻ കൊടുക്കാം ആള് ഇതുമായിട്ട് ഹാൻഡിൽ ചെയ്തു പ്രൊഫഷനാണ് പറഞ്ഞല്ലോ 2 കൊല്ലമായിട്ട് ഈ ഒരു ഇതിലുണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് ചോക്ക് ചെയ്യുന്നുണ്ടല്ലോ അതായത് ഇവൻ ലൂസാക്കി
ചില നിമിഷങ്ങളിൽ കടിക്കാൻ വേണ്ടി ആൾ ശ്രമിക്കുന്നുണ്ട്, അതിലാള് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവ തന്നെ അവൻ അതിൽ ഇങ്ങനെ ഒന്ന് താന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇറക്കാൻ പോയി എന്നെ കടിക്കും കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു മറ്റേ ഈ പറഞ്ഞ പോലെ ചോക്കിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തില്ലെങ്കിൽ എന്തായാലും കടിക്കും അല്ലേ? ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഇറങ്ങി വന്നാൽ കടിക്കും. അതായത് നമ്മള് സാധാരണ ഇറക്കാന്ന് പറഞ്ഞാൽ ഡോഗിനെ ഇങ്ങനെ ചങ്ങലിട്ട് സിമ്പിൾ ആയിട്ട് നമ്മളിങ്ങനെ ഇറക്കിക്കൊണ്ട് കടി കൊടുക്കും. അതായത് ചങ്ങ ഇട്ടാലും കടി കൊടുക്കും. ഇതിപ്പോ ഇതിലൊന്ന് കോളറിൽ പറഞ്ഞു മനസ്സിലായി, ആശം പറഞ്ഞു മനസ്സിലാവും. അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് ആ കോളറിൽ ചങ്ങ ഇട്ടാലും കടിക്കും. കാരണം അവൻ ഫ്രീ ആണ്, കോളർ ഫ്രീ ആണല്ലോ. ഇതിൽ ചോക്കാകാണ്, ഇങ്ങനെ കയറി ഇവിടെ കയറി ഇങ്ങനെ ഇതാവും. അപ്പൊ നമ്മൾ സാധാരണ ഇടുന്ന പോലെ ചുമ്മാ ഇട്ടിട്ട് അവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. ഇതിലവൻ കീഴ്പ്പെടുത്തി, അതാണ് ഇതിന്റെ ലോജിക്ക് കേട്ടോ. കീഴ്പ്പെടുത്തി കൊണ്ടുവരാനാണ് ഇതിന്റെ ലോജിക്ക്. ആ ട്രെയിനിങ്ങിന്റെ മെത്തേഡ് അങ്ങനെയാണ്. ഇതിപ്പോൾ ട്രെയിനിങ്ങിന്റെ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുന്നതല്ല. ഇത് നമ്മൾ മച്ചാൻ ഇറക്കി ഇവർക്ക് കൊടുക്കണം. നമുക്ക് ഇവിടുന്ന് ഇവനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വഴി ഹെൽപ്പായിട്ട് അതന്നെ ഹെൽപ്പാണ്. ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ചേട്ടനോട് പറഞ്ഞായിരുന്നു നമ്മൾ ഇവിടുന്ന് ഇവനെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു. അത് ഞങ്ങൾ വാക്ക് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ഇവിടുന്ന് ഇവനെ കൊണ്ടുപോകണം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചില്ല മച്ചാൻ ട്രെയിനിങ് പഠിച്ച കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ കൊച്ചു പയ്യനാണ് ട്രെയിനിങ് പഠിച്ചിട്ടൊന്നുമില്ല. അല്ല ഈ ഒരു വേവ് മനസ്സിലായില്ലേ? എന്താ അത് എന്തത് പൈസ വാങ്ങി പിടിക്കാൻ പോവാ. കടിച്ചാവാൻ പിടിക്കും വേണോ? ചെറുതായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു തൊടയുടെ ഒരു പീസ്, ചെറിയ പീസ് മച്ചാനെ പിടിക്കാൻ പറ്റും. ഈ പറ്റും, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ ഇവരെല്ലാം കൊണ്ടുപോകാൻ വേണ്ടെന്ന് വാങ്ങിക്കും. കടിക്കില്ല ഇനി കടിക്കില്ല. അവന്റെ ആ ഒരു കടിമൈൻഡ് അങ്ങ് മാറി. ഞാൻ ആ ചോക്ക് മനസ്സിലായിട്ടുണ്ട്. അവന് സംഭവം മനസ്സിലായി. വലിക്കുമ്പോ മനസ്സിലായി. ഞാൻ ആ കാര്യം മനസ്സിലായി. വേണ്ട, നീ ചിലപ്പോ ചോക്കില്ലേ. ഇവര് പ്രൊഫഷണൽസ് ആയതുകൊണ്ട് ചിലപ്പോ ചോക്കിയാ പറ്റും. അവിടെ അവനൊരു ഭീകരനായിരുന്നു. കൂട് അവന്റെ ഭയങ്കര അൾട്ടിമേറ്റ് ഒരു ഏരിയ കേട്ടോ. ആ ഫേസിന് ഇറക്കലെന്ന് പറഞ്ഞാൽ സംഭവിച്ചപ്പോ എന്താ പറയുന്നത്, മറ്റേ നമ്മുടെ ആ സാധനം ഇല്ലേ, ആ സാധനത്തിൽ അവന്റെ മൈൻഡ് മൊത്തം റിലീസായി, മൊത്തത്തോടെ ഔട്ടായി. ഇല്ലായിരുന്നു ഞങ്ങള് ഒരു ചെറിയൊരു ബൈറ്റൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നതല്ലേ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റില്ല. ഏതാ ഇന്നലെ ആ സാധനം ഉണ്ടാക്കിയെടുത്ത് ഇവരാട്ടോ. ആ സാധനം ഉണ്ടാക്കി നമ്മുടെ ഡോഗ് ക്യാച്ചർ ഇന്നലെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവൻ ആ ബാക്കോട്ട് പോയപ്പോ എനിക്ക് പ്രതീക്ഷയായി കേട്ടോ. ആ സാധനം നമ്മൾ ഉള്ളിലേക്ക് ഇട്ടപ്പോൾ തന്നെ അവൻ ബാക്കോട്ട് തള്ളിയപ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷയായി. പിന്നെ അവൻ ഹാപ്പിയായി. കാരണം അവൻ ആ ഒരു പേടി വന്നല്ലോ. മറ്റേ ചില പട്ടികളെന്ന് പറഞ്ഞാല് ആ സാധനത്തെ കയറിയും കടിച്ചിട്ട് ഇതാവും. പിന്നെ ഇവൻ ലീശക്കടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഗുണമുണ്ടായിരുന്നു. ഡോഗുകളെ പിടിക്കുന്നതന്നെ കടിച്ച് വലിക്കും. ചില ഡോഗ് കടിച്ചങ്ങ് വലിക്കും. ലീശിടാൻ സമ്മതിക്കുന്നില്ല. സമ്മതിച്ചു അച്ഛനാട്ടാ. അവൻ അത്രയും അതല്ല നമ്മൾ ആ ഒരു പേഷ്യൻസ് എടുത്തല്ലോ. ഇന്നലെ കോഴിക്കോട് നിന്ന് വന്നാണ് ആള്. കോഴിക്കോട് നിന്ന് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഉറങ്ങിയായിരുന്നോ? 6 മണിക്ക് എത്തിയ ആള്. നമ്മളും ഉറങ്ങിയില്ല. ഞാൻ ഇന്നലെ ഡ്രൈവ് ആയിരുന്നു വയനാട്ടിൽ. അപ്പൊ നിങ്ങൾ എങ്ങനെ എത്ര പേരാ വരുന്നത് നമുക്ക് അറിയത്തില്ല. നിങ്ങളൊന്നും പരിചയമൊന്നുമില്ലായിരുന്നു. അപ്പൊ എന്തായാലും വന്ന ആളത് കറക്റ്റ് ചെയ്ത് നമുക്കൊരു ടെൻഷനായിരുന്നു. ഇനി ഇവര് ചെയ്തില്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ടെൻഷൻ. നമ്മളെന്തായാലും ഇവരോട് വരാനും പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനത്തെ ടെൻഷനൊക്കെ എന്തായാലും മാറി കിട്ടി. എന്തായാലും ദൈവാധീനം. ചില എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിക്കും. ഇന്നത്തെ ആ ഇൻസിഡന്റ് ആയിരുന്നു. ആ ഒരു ലീഷ് കയറിയപ്പം ഒന്ന് ഫ്രീ ആയതും എന്തായാലും നമ്മൾ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടോ. കടി കിട്ടരുതെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. എന്നാലും കടി കിട്ടിയാൽ ഭയങ്കര സീനാണ്. എല്ലാം ഡൗൺ ആയിപ്പോ. ഇവരും ഡൗൺ ആയിപ്പോ, നമ്മളും ഡൗൺ ആയിപ്പോ. എല്ലാം ഡൗൺ ആവുമല്ലോ. കൊണ്ടുവന്ന ആൾക്കാർ മുമ്പിൽ നിന്നും കടി കിട്ടുന്നപ്പോഴേ നമുക്കൊരു ഇതാണ്. ബൈക്ക് ഒരു വണ്ടി കാണാൻ പാടില്ല കേട്ടോ. വണ്ടി ശീലിക്കാത്തതുകൊണ്ട് വണ്ടി കണ്ടു കഴിഞ്ഞാൽ അവന് സീനാണ്. പിടിച്ചോണ നീ അവിടെ ലോക്ക് ചെയ്താണ്. ഇല്ല പേടിച്ചില്ല കടിക്കില്ല. എന്നെ കടിക്കും. വണ്ടി കയറി ആളുണ്ടാവും. പട്ടി കടക്കും. ഫ്രീ ആണ്. നോവൽ ഫ്രീ ആണ്.
ഓക്കെയാ? ലൂസാക്കാം. ഇപ്പൊ ലൂസായല്ലോ, പിന്നെ എന്തിനാ ഇത്രയും ഇത്? ഇച്ചിരി വെള്ളം, ഇച്ചിരി വെള്ളം തരുമോ വെച്ചാ? എന്നാ വെള്ളം കൊടുത്തിട്ടേ, വെള്ളം കൊണ്ടുപോകും. പാത്രത്തിൽ വെള്ളം എടുത്താൽ ലൂസായല്ലോടാ, പിന്നെന്തിനാ? ആയല്ലോ, ലൂസായല്ലോ. സങ്കടമുണ്ട് ഭാവത്തില്, സങ്കടം. എനിക്ക് സങ്കടം. നമ്മള് കയറ്റി എഴുതാൻ കിട്ടാൻ ഇല്ല. അവിടെ പോയ അടിപൊളിയാട്ടോ. അമ്മമാരൊക്കെ വലിയ ഇവരൊക്കെ നിന്നെക്കാളും വലിയ ടെററാ കേട്ടോ. നിന്നെക്കാളും വലിയ ടെററാണ്. ആരാ ഇപ്പൊ ഇതിന്റെ ആള്? ആശൻ കാണിച്ചു കൊടുക്കാ. ഓണറത് പിന്നെ ബ്രോണ അവിടെ ആയിരിക്കും. ഇല്ലടാ, കടിക്കൂലടാ ഒരാളോടൊക്കെ. ഓക്കെ, ഞാൻ കണ്ടറിയാം നേരിടുന്നു. ഇത് ലൂസാക്കിയതാ ഞാൻ. ഇത് ലൂസാക്കിയിട്ടുണ്ടല്ലോ. പിന്നെന്താ, ഇത് ഫുള്ള് ലൂസാ അല്ലേ? ഫുൾ ലൂസാട്ടോ. ഇനി ഇത് ഫുൾ ടൈറ്റ് ചെയ്യാൻ, ലൂസാക്കാനൊന്നും ഇല്ല. ഇനിയിപ്പോ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അല്ല, മറ്റവന്മാരൊന്നുണ്ട് അവിടെ, 3-4 പട്ടിക്കുഞ്ഞുങ്ങളൊന്നുണ്ട്. ഒന്ന് ടൈറ്റാക്കി പിടിക്കട്ടെ, ചിലപ്പോ ഒരു പോക്കങ്ങ് പോരും. അവൻ കണ്ടിട്ടില്ല. അതിലൊരു ഗ്യാങ് പോയി, ഒരു ഗ്യാങ് അതിനെ വന്നിട്ട് ചിലപ്പോ കയറിയൊക്കെ പിടിക്കും. മൈൻഡൊക്കെ പോയിട്ടോ. കടിക്കാനുള്ള മൈനാണ് ഇപ്പൊ കയ്യിലൊക്കെ കയറി കടിക്കണം. മൈൻഡൊക്കെ പോയി, വായനശായി പോയി മൈൻഡെല്ലാം. അന്ന് ലീശ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇറക്കിയാനെ. ഈ ലീശ കിട്ടിയില്ല എൻ്റെ അന്ന്. പക്ഷെ അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് നടക്കില്ല കേട്ടോ. അന്ന് ലീശ കൊണ്ട് നമ്മൾ ഇറക്കിയാലും ചിലപ്പോൾ ഈ അഡോപ്ഷനോ നിങ്ങൾ വരലോ നടക്കൂലല്ലോ. അതൊരു ശരിക്കും നല്ല കാര്യം കേട്ടോ. അന്ന് നമ്മളിപ്പോൾ ഈ ഒരു ലീഷ്, ഈ ടൈപ്പ് ലീഷ് ഒന്നും ഉണ്ടായിരുന്നു നമ്മളെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഡോഗിനെ ചിലപ്പോൾ നമ്മൾ ഇറക്കി നടത്തിയാനെ. അപ്പൊ അത് അവിടെ കൊണ്ട് അങ്ങോട്ട് അതും കഴിഞ്ഞു പോയേനെ ആ പരിപാടി കേട്ടോ. എന്തായാലും ഈ ഒരു ഗുണം ഉണ്ടായി ഇന്നത്തെ ഒരു ഇൻസിഡന്റ്. അതിലെ വെള്ളം എന്താ കഴിക്കലേ മച്ചാൻ. ആ കുഴപ്പമില്ല, ഇതിലേം കുടിക്കട്ടെ. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകര് ഇതിന്റെ ഇടയ്ക്ക് വീഡിയോയിൽ പറയും നിങ്ങൾ വെള്ളം കൊടുക്കാനൊക്കെ പറയൂട്ടോ. പക്ഷേ ഈ ഒരു ഇത് സംഭവിക്കാതെ ഇതിനിടയ്ക്ക് വെള്ളം കൊടുക്കാൻ പോയി കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പോൾ കുറച്ചൊക്കെ നമ്മളങ്ങനെ ഒന്ന് പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് അവിടെ ഇനി വേറെ ഒന്നുമില്ലല്ലോ, നമുക്ക് പോവല്ലേ? ഇല്ലല്ലോ, വലിയ കുഴപ്പമൊന്നും ഇല്ലേ? ചിലപ്പോൾ കയ്യൊക്കെ കയറി പിടിക്കുന്നവരുടെ വലിയ കുഴപ്പമൊന്നും. പാലക്കാട്ടോ ഞങ്ങള്. പക്ഷെ അങ്ങനല്ല, ഞങ്ങൾ സൈക്കോയാന്ന് പറയടാ അല്ലേ? ഞങ്ങൾ സൈക്കോ ആണ്. വാലൊക്കെ കാട്ടും. ഞങ്ങൾ ഭയങ്കര സൈക്കോ ആണ്, വാലൊക്കെ കാട്ടും. പക്ഷെ ഞങ്ങളെല്ലാം കിടുവാണ്. ഇത് സുന്ദരനാട്ടോ, ആള് സുന്ദരനല്ലേ? അപ്പോ വൈൻഡപ്പിലേക്ക് വരാം. അപ്പൊ എന്തായാലും മോർണിംഗ് വന്നറാ. പിന്നെ അഭിനന്ദിച്ചില്ലേ പിന്നെ ആരെ അഭിനന്ദിക്കുക? അപ്പോൾ അവിടുന്ന് അത്രയും ഇത് വന്ന് നമ്മളിങ്ങനെ ഒരു ചലഞ്ച് കൊടുക്കുമ്പോൾ അറിയാലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സീൻ ഉണ്ടാവും അറിഞ്ഞിട്ടും അവൻ നമ്മുടെ കൂടെ വന്ന് ഈ ഒരു സാധനം ചെയ്തു. വന്നത് ഞാൻ ഇവരെ അംഗീകരിച്ചിട്ടോ. കിടുവാണ്. ഭാവിയിൽ നമ്മൾ പിന്നെ ഇങ്ങനത്തെ ചാട്ട സെറ്റപ്പിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് അങ്ങനെയല്ല. ആള് പ്രൊഫഷണലാണ്, ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങിന് നല്ല കഴിവുണ്ട്. നമ്മുടെ സാധാരണ ഇപ്പോഴത്തെ ചെറിയ ട്രെയിനർമാരെ പോലെ നല്ല ആശാനായതിനുള്ള ധൈര്യമുണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ എന്താ ഡീറ്റെയിൽ എന്നൊക്കെ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ നോട്ട് ചെയ്യാം. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ കേസിലൊക്കെ മോനെ ഇവനെ വിളിച്ച് ഹെൽപ്പ് ചെയ്യ്, ഗ്രൂമിങ്ങിന് ചെയ്യ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം നല്ലൊരു രീതിയിൽ ആ സാധനം അവസാനിച്ചു. വൈൻഡപ്പ് നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ചു. ഞാൻ ടിജോട് വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ടിജോ ഒന്നെങ്കിൽ ഡോഗ് സിമ്പിളായിട്ടെങ്കിൽ പോരും, അല്ലെങ്കിൽ ഒരു ബൈറ്റ് എന്തായാലും കടിക്കും. എനിക്ക് കടി വരുവാണെങ്കിൽ എല്ലാവരെയും ചറവറെ കടിക്കില്ല എന്ന് ഉറപ്പായിട്ടും നമ്മൾ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് നമ്മൾ നേരത്തെ ഇറക്കാൻ നോക്കിയപ്പോൾ ഇത് തള്ളിപ്പോയില്ലേ? ഏത് ആ സമയത്ത് തന്നെ ഊടുവരെ കടിച്ചാണ് കേട്ടോ. കാരണം അവൻ ഫ്രീ ആണ്, പേടിച്ചിട്ടില്ല, ഒന്നുമില്ല. ആ ഡോറ് തുറന്നു വന്നാൽ പിന്നെ ഊടുമായിട്ട് എല്ലാവരും കടിയായിരിക്കും. എനിക്കിട്ടും കിട്ടും, ഇവിടും കിട്ടും.
ഞങ്ങൾ രണ്ടുപേരും ലീസിലാണെങ്കിലും ഇപ്പൊ ഇവിടെ നിൽക്കില്ല. നിൽക്കൂല. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാകുള്ള അതിനുള്ളിൽ കേട്ടോ, ഇവന്മാരൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേരും കിട്ടിയാനെ. എന്നാ വൈൻഡപ്പ് ചെയ്താണ് ഞങ്ങൾ വേഗം പരിപാടി. ഇപ്പൊ അവൻ കൂളായിട്ടുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ ടച്ച് ചെയ്തപ്പോ കണ്ടില്ലേ, ആള് കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഫർമിഗോ പറഞ്ഞ ഗ്രൂമിംഗ് ആണ് കോഴിക്കോട്. അപ്പം ആർക്കും എൻക്വയറി ഉണ്ടെങ്കിൽ വിളിക്കാം. ഗ്രൂമിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അഗ്രഷൻ ഡോഗിനൊക്കെ ഗ്രൂമിംഗ് ഉണ്ടാവുമല്ലോ. അപ്പൊ അഗ്രഷൻ ഉള്ള ഡോഗിനൊക്കെ ഗ്രൂം ചെയ്യുന്നുണ്ട്. മച്ചാനെ വിളിക്കുക. കോഡിംഗ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യം കാലിക്കറ്റ് ആണ്. ഡീറ്റെയിൽ ഒക്കെ നമ്മൾ നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ. വെള്ളത്തിന്റെ പിന്നെ അച്ഛനൊരു കാര്യം പറഞ്ഞു കേട്ടോ. ഇപ്പൊ വൈശാഖ് ഇവിടെ വെള്ളത്തിന്റെ സപ്ലൈ 20 ലിറ്റർ ക്യാൻ്റെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ കൊല്ലം ടൗണിന്റെ അടുത്ത് അല്ലെങ്കിൽ ഇവിടെ എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്? 12 കിലോമീറ്റർ. കൊല്ലത്ത് ആള് അതും ചെയ്യുന്നുണ്ട്. അതും കൂടെ വിളിക്കുക. പരസ്യമായിട്ട് കാണണ്ട, എല്ലാവരും സംഭവം ഉള്ളതുകൊണ്ടാ കേട്ടോ. ഓക്കെ. അപ്പൊ മോനെ നമുക്ക് പോവല്ലേ? കെട്ടിയിട്ട് ഇവിടെ ചേട്ടായി. നീ അവിടെ പോയി വലിയ ആളായിട്ട് മുതുക്കനായിട്ട് വാട്ടോ, മിടുക്കനായിട്ട് വാ കേട്ടല്ലോ. വലിയ ആളായിട്ട് വരണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. ഓക്കെ ഓക്കെ അല്ലേ? ടാറ്റ ബൈ ബൈ. ഇവിടെ കിട്ടിയാ പോനാ? എവിടെ കെട്ടണ്ടേ? ഇവിടെ പോരെ? ന്യൂസ് ആക്കണോ? പോരെ? ടാറ്റ ടാറ്റ. എന്തൊക്കെയായിരുന്നു അവിടെ? അമ്പും ബില്ലും അവന്റെ ഒലക്കട മൂട്. ഞാൻ കിടന്നാട്ടോ, ഞങ്ങൾ പുറകെ കാണാം.